ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനാമിക വിഷ്ണു ടോപ്പിക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രമോഷൻ വീഡിയോ ആണ്. ഈ ഒട്ടുമിക്ക ഫാമിലി വ്ളോഗേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ് പ്രമോഷൻ. പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും ജെനുവിനിറ്റി ചിലതെങ്കിലും ഉണ്ടാകും. എല്ലാം ജെനുവിനാണെന്നല്ല, എങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ജെനുവിനുള്ള ഇതുമുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെനുവിനിറ്റി ഇല്ല. ചുമ്മാ കുട്ടിയൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം. ഇതിലിവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ആപ്പ് അവർ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിൽ അവർ പരസ്പരം ഹസ്ബൻഡിനോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു. അപ്പോൾ ആസ്ട്രോ ടോക്കിലെ ആൾ പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡായിട്ട് സംസാരിക്കൂ, അങ്ങനെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന്. അപ്പോൾ ഹസ്ബൻഡും വൈഫായിട്ട് പരസ്പരം ഈ സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയൊന്നും ഇവർ സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സോൾവ് ആകാതിരുന്നത്. അപ്പോൾ ആസ്ട്രോ ടോക്ക് പറഞ്ഞു കേട്ടിട്ട് ഇവർ സംസാരിച്ചപ്പോൾ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയിന്ന്. പിന്നെ ആസ്ട്രോ ടോക്കിലെ ആൾ കുറേ ടിപ്സ് പറഞ്ഞു കൊടുത്തെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഇരുന്ന് പറയുന്നുണ്ട്. മറന്നുപോയാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ലൈഫ് എന്ന് വയ്ക്കുമ്പം ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പൈസ പോകുന്നു, പൈസ വരുന്നു, പൈസ പോകുന്നു. ഇത് തന്നെയാണ് ഒരു സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും തോറും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ ചുറ്റുമുള്ളവരെല്ലാരും വളർന്നു, പക്ഷെ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഈ പൈസ എല്ലാം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നു. ഒരു 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. ഒരു ടൈം എന്ന് പറയുമ്പോൾ പുറമേ ഒരാളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ല് ചെയ്ത് നടക്കുവാണ്, അടിപൊളി ലൈഫാണെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഡൗൺ ആയിട്ട് മെന്റലി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ചോദിച്ചതിന് നല്ലൊരു ആൻസർ കിട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ വട്ടുപിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു സത്യത്തിൽ. ആ ഒരു ടൈമിൽ നമ്മളെ ചുറ്റുമുള്ളവരെല്ലാരും വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ ഫ്രണ്ട്സിനോട് കഴിക്കും. എന്നിട്ട് എന്നും ഒരു കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആഡ്സ് കണ്ടത്. അപ്പൊ ഒരു ആപ്പിന്റെ ഒരു ആഡ്സ്. അപ്പൊ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി ആപ്സിന്റെ ആഡ്സ് ഇങ്ങനെ കാണുമല്ലോ. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ഒരു ആഡ്സ്. അപ്പൊ ആഡ്സ് എന്താണെങ്കിൽ ആസ്ട്രോ ടോക്കിന്റെ ഒരു ആഡ്സ് ആണ് ഞാൻ എന്റെ ഫോണിൽ കണ്ടത്. അപ്പം ബാക്കിയുള്ള ആഡ്സിനെ കാട്ടിയും ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. എന്നാലും ഒരു 100ൽ 99% എനിക്ക് അതിനുള്ള ഒരു ആൻസർ, ഈ ഒരു പ്രശ്നത്തിനുള്ള ആൻസർ ആസ്ട്രോ ടോക്ക് വഴി കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ 1% ഒരു ഇതിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതിൽ കയറി എന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യങ്ങൾ എന്താ എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഞാനിവിടെ വയ്ക്കാമേ. ഞാൻ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്നാകില്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് ഇപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇതുപോലത്തെ കുറച്ച് കമന്റ്സ് ഞങ്ങൾക്ക് വരാറുണ്ട്. താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പറയാം അഹങ്കാരം കൂടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും ഉണ്ണിയണ്ണനും ഉണ്ണിമോളും സെപ്പറേറ്റ് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മയും ഷൈജുണ്ണും സുൽത്താനും വർഷേച്ചേക്ക സ്ഥാപനത്തോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ചിലവെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് നോക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഒരു 15,000-ൽ മേലെ സാലറി ഉണ്ട്. അങ്ങനത്തെ ഒരു ജോബിനാണ് പോകുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന എഫേർട്ടിന് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. എത്രയാണെന്നൊന്നും ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇടുന്ന എഫേർട്ടിന്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും നോക്കി വീട്ടിലെ കാര്യവും നോക്കി എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഉണ്ണിമോളുടെ ഓരോ വിശേഷങ്ങൾ ചെയ്യുന്നതും ആ വീഡിയോകളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ച് സമയം മാറ്റി വെച്ച് എൻ്റെ ഒരു കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ദൈവം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇടുന്ന എഫേർട്ടിനാണ് എനിക്ക് ദൈവം ആ ഒരു സാലറി പോലെ തരുന്നത്. അപ്പം എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ഉണ്ണിമോളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പഠിത്തക്കാര്യവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും ഷൂട്ട് ചെയ്യാനിരിക്കുന്നതും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറ. എൻ്റെ ഒരു
ഇതിവർ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ ഇവരുടെ ഹസ്ബൻഡും വൈഫും മാത്രം, അതായത് ഇവരുടെ ഹസ്ബൻഡും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവർ വലിയ ഇഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് അനാമിക പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യും. ഇനിയിപ്പോൾ ഷെയർ ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവർക്ക് യാതൊരുവിധ സാമ്പത്തിക പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവരുടെ ഹസ്ബൻഡിന് 15,000-ന് മുകളിൽ സാലറി ഉണ്ട്, നല്ല രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന യൂട്യൂബ് കൊണ്ട് ഫേസ്ബുക്കിൻ്റെ കൊണ്ട് അതൊക്കെ വെച്ചിട്ട് ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ഇഷ്യൂ ഇല്ല, ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇവർ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ ഈ വീഡിയോയിൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്ന കാര്യം എന്താണ്? എൻ്റെ പൊന്നനാമികയെ, ആൾക്കാരെ പറ്റിക്കാതെ നല്ല വല്ല കാര്യം ചെയ്ത് നോക്ക്, ജീവിക്കാൻ നോക്ക്. ഓരോ ഉടായിപ്പോയിട്ട് ഇറങ്ങിക്കോളൂ. ശരിക്കും ഇവർ ഫാമിലി വ്ളോഗാണ്, അതായത് ഈ കുട്ടിയെ പറ്റിയും ഇവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും അതായത് ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഒരു കൂട്ടം ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി കുറേ കാശ് കൊണ്ട് കളഞ്ഞ്, എന്തിനാണ് അനാമിക ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്? ഈ അനാമിക പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലോകത്തുള്ള ആരും ജോലിക്ക് പോകണ്ട, എല്ലാവരും ആസ്ട്രോടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, ഇഷ്ടംപോലെ കാശ് കിട്ടും, ആ കാശ് കൊണ്ട് എല്ലാ ദിവസവും ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ജോലിക്കാരും വേണ്ട, സ്ഥാപനങ്ങളും വേണ്ട, ഉദ്യോഗസ്ഥരും വേണ്ട, മുതലാളിയും വേണ്ട, തൊഴിലാളി ആരും വേണ്ടല്ലോ. ആസ്ട്രോടോക്ക് ആപ്പ് മാത്രം മതിയല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. പൈസ ആസ്ട്രോടോക്കിനോട് പറയുക, പൈസ കിട്ടും, അപ്പം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുക, വീട്ടിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ. ജോലിക്കൊന്നും ആരും പോകണ്ടല്ലോ. ആരും ഇവർ പറയുന്നത് കേട്ട് ഈ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യാനൊന്നും പോകരുത്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകണം, നിങ്ങൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ ഒരാപ്പിലെ ആളും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും മാറില്ല. ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അങ്ങനെ പലതും പറയും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.